ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സാണ്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ കൂടെ ആയിരിക്കും, എല്ലാവർക്കും ഒന്നും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ്. അപ്പം ഈ ചാനലിനകത്ത് ഞാൻ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ താഴെ ഒത്തിരി കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഈ വരുന്ന കമൻറ്റ്സിനെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എല്ലാ കമൻറ്റ്സിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കമൻറ്റ് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളൊരു കമൻറ്റ് ഇട്ടിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ആ ഒരു കമൻറ്റ് എനിക്ക് വിസിബിൾ ആയിട്ടില്ല, അത് സ്പാമിലേക്ക് പോയി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കമൻറ്റ് സ്പാമിലേക്ക് പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഒക്കെയാണ്, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയുടെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് എനിക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു മാക്സിമം 2 ദിവസത്തിനുള്ളിലും റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതുവഴി തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത്. ഇനി എന്തുകൊണ്ടാണ് കമൻറ്റ് കാണാൻ പറ്റാത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോയ്ക്ക് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 രീതിയിലായിരിക്കും യൂട്യൂബിനകത്ത് ആ ഒരു അക്കൗണ്ടിൽ അത് പ്രതിഫലിക്കുന്നത്. ഒന്നെങ്കിൽ അത് പബ്ലിഷ്ഡ് സ്റ്റേജിൽ പോകും, അല്ലെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്നുള്ള സ്റ്റേജിൽ പോകും, അല്ലെങ്കിൽ ലൈക്ലി സ്പാം എന്ന് പറഞ്ഞ സ്റ്റേജിൽ പോകും. ഇപ്പോൾ അതാ ഈ സ്ക്രീനെ കാണുന്നത് പോലെ ഈ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് പബ്ലിക്കായിട്ട് വിസിബിൾ ആകത്തുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഈ പബ്ലിഷ്ഡിൽ വരാതെ ഹെൽഡ് ഫോർ റിവ്യൂവിലോട്ടും സ്പാമിലോട്ടും പോകുന്നതെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഇടുമ്പോഴത്തേക്കിന് നമുക്ക് വെറുതെ ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോഴത്തേക്കിന് യൂട്യൂബിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനെ വയലേറ്റ് ചെയ്യുന്നുവെന്ന് യൂട്യൂബിന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് സ്പാമിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ പോയിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ള വേറെ ആൾക്കാർ ഒത്തിരി പേര് കാണുമല്ലോ, അവരിപ്പോൾ വന്ന് പറയുകയാണ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അങ്ങനത്തെ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1-2 തവണയൊക്കെ യൂട്യൂബ് ക്ഷമിക്കും. പിന്നെ എല്ലാ ചാനലിലും ഇതുപോലെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്പാമിലോട്ടായിരിക്കും പോകുന്നത്, മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ലിങ്ക് കൊണ്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാമിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ആ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രൊസീഡ് ചെയ്യാതെ അത് പബ്ലിഷ് ആകത്തില്ല. അപ്പോൾ അതൊരു സീക്രട്ട് പേജിലായിരിക്കും എനിക്ക് കിടക്കുന്നത്, മറ്റുള്ളവർക്ക് പബ്ലിക്കായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ എന്തെങ്കിലും ലിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഹെൽഡ് ഫോർ റിവ്യൂവിലേക്കായിരിക്കും പോകുന്നത്. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പോൺ സൈറ്റുകളുടെയൊക്കെ ലിങ്ക് കൊണ്ടിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടൈം സ്റ്റാമ്പൊക്കെ വെച്ചിട്ട് ലിങ്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും സ്പാമിലേക്ക് അല്ലെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളാണല്ലോ ഇട്ടത് എന്നിട്ടും റിപ്ലൈ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അത് പറയാനായിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ താഴെ പോയിട്ടൊരു കമൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഇപ്പോൾ അതാ ഞാൻ ഈ സ്ക്രീനെ കാണിച്ചിരിക്കുന്നത് പോലെ വളരെ നല്ലൊരു കമൻറ്റായിരുന്നു. അതായത് PSC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ താഴെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്ന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്ലൈയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ കമൻറ്റ് പബ്ലിക് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന റിപ്ലൈ നോക്കിയേ, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്തോ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്കുള്ള എന്തോ ഒരു ജോലിയുടെ കാര്യമാണ്. അത് വേറെ ആരുടെയോ ആയിട്ട് ഡിപ്പെൻഡ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. അവർ എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു പ്രൈവറ്റ് കമൻറ്റ് ഇടേണ്ടതിന് പകരം വേറൊരാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ താഴെ കൊണ്ട് കമൻറ്റ് ഇടിച്ചു. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ച ചോദ്യവും സ്പാമായി പോകും, ഈ കൊണ്ടിട്ട ആളിൻ്റെ കമൻറ്റും സ്പാമായി പോകും. അപ്പോൾ എനിക്കത് രണ്ടും കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് കൂടുതലും എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റാതെ വരുന്നത്, ജെനുവിൻ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഈ സെയിം കമൻറ്റ് അടിച്ചിരിക്കുന്ന ആൾ കുറേ അധികം ഇതുപോലെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച ആൾക്കാരുടെ താഴെ വന്നിട്ട് അവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കമൻറ്റായിരുന്നു. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിപ്പോയി, സ്പാം ആയിപ്പോയി, എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ അവിചാരിതമായിട്ട് ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ, അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് അവരുടെ ഈ ഒരു വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു
പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് കയറി നോക്കിയപ്പോഴാണ് എനിക്കിത് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കമൻറ്റ് വരുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് യൂട്യൂബിൻ്റെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിലൂടെയാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള റിവ്യൂവിൽ പോകുന്നതും സ്പാമിൽ പോകുന്നതും എല്ലാം ഒന്നും വിസിബിൾ ആകത്തില്ല. നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ കയറിയിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ദയവ് ചെയ്ത് ആ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ സെൽഫായിട്ട്, അതായത് ഒരു ഫ്രഷ് ആയിട്ടൊരു കമൻറ്റ് അടിക്കാം. മറ്റുള്ളവർ ചോദിച്ചിരിക്കുന്ന ജെനുവിൻ കമൻറ്റിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കമൻറ്റും സ്പാമായി പോകും, നിങ്ങളുടെ കമൻറ്റും സ്പാമായി പോകും. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന എല്ലാ രീതിയിലുള്ള കമൻറ്റുകൾക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വീഡിയോയുടെ താഴെ വന്നിട്ട് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട്, അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾക്ക് ഒരു ഹേർട്ട് ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതുപോലെ സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഇച്ചിരി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, കോച്ചിങ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചോദ്യമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് അവരോട് പറയാറുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. പിന്നെ മൂന്നാമത്തെ രീതിയിലുള്ള കമൻറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, അതായത് അഡ്വർടൈസ്മെൻറ്റ്സ്. അവരവർ നടത്തുന്ന കമ്പനികളുടെയോ അല്ലെങ്കിൽ അവരുടെ ചാനലിൻ്റെയോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാന്ന് ചോദിച്ചാൽ അത് എനിക്ക് കാണാനായിട്ടല്ല അവരിടുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് കാണാനായിട്ടാണ് അവരിടുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്, അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. പിന്നെ നാലാമതൊരു കൂട്ടമുണ്ട്, അതായത് വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചീത്ത വിളിക്കുന്നവർ നമ്മൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യാറില്ല. അത് നല്ല കാര്യം ഇട്ടാലും ഇനി അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇട്ട് കഴിഞ്ഞാലും എന്തിട്ട് കഴിഞ്ഞാലും അവർ ചീത്ത വിളിക്കും. അപ്പോൾ അവർ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ചീത്തകൾ കമൻ്റായിട്ട് എഴുതിയിടുക. എപ്പോഴും സെയിം ആയിട്ടുള്ളത് തന്നെ വിളിക്കാതെ പുതിയ പുതിയ ചീത്തകൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യാം. അതേ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങളെക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവസാനം പറഞ്ഞ 2 കാറ്റഗറി ഒഴികെ വേറെ ഏത് ടൈപ്പ് കമൻറ്റിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു നല്ലൊരു കമൻറ്റ് ഇട്ടിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സ്പാമിൽ പോയിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമായിട്ടും റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാം തന്നെ ഞാൻ പ്രയോറിറ്റി പറയുകയാണ്, അതിലേക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് തരിക, അക്സെപ്റ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമാണ് വാട്സപ്പ് നമ്പർ തരുമോ എന്നുള്ളത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ചില പ്രശ്നങ്ങൾ മുഖാന്തരമാണ് ഞാൻ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ എടുത്ത് മാറ്റിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് ഈ നമ്പറിലോട്ട് വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഹാക്ക് ചെയ്ത് കളയും, അല്ലെങ്കിൽ ചാനലിലെ കണ്ടൻറ്റ് ഹാക്ക് ചെയ്യും, ഇങ്ങനത്തെ മെസ്സേജുകളാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ജസ്റ്റ് യൂട്യൂബിലേക്ക് ഒരു കണ്ടൻറ്റ് മാത്രം കാണാൻ കയറുന്ന ആളാണെങ്കിൽ ഈ ഒരു കാര്യമൊന്നും അറിയത്തില്ലായിരിക്കും. ഇതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, അതായത് ചാനൽ ഹാക്ക് ചെയ്യും, ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്ന് ഒരു എന്താ പറയുന്നത്, ഒരു ഇറിറ്റേറ്റഡ് മോഡിലായപ്പോഴാണ് ഞാൻ പിന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കാതായത്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ആഡ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം വേറെ ഒന്നും കൊണ്ടും നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത് അറിഞ്ഞുകൊണ്ടല്ല, ഇതുപോലെ സ്പാമിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പല യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ഈ സെയിം കാര്യം തന്നെ എല്ലാ ചാനലുകളിലും നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കപ്പോൾ ഒരു സംശയം വരും, അതായത് നിങ്ങൾക്ക് തൊട്ട് മുൻപിട്ട ആളിനും ഞാൻ റെസ്പോണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത ആളിന് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ കമൻറ്റ് മാത്രം മൈൻഡ് ചെയ്തില്ല. അത് ഇങ്ങനെ സ്പാമിലോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം യൂട്യൂബിലുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബേസിൽ യൂട്യൂബിലുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആ ഒരു അനലിറ്റിക്സ് നോക്കിയപ്പോഴത്തേക്കിന് വീഡിയോ കാണുന്ന ആൾക്കാരാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടും വീഡിയോ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിലൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ളതും ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോസേ ചെയ്യത്തുള്ളൂ, അല്ലാത്ത യാതൊരു രീതിയിലുള്ള വീഡിയോസും ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ചാനലിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.